വയനാട്ടിൽ നിന്ന് നമ്മുടെ പ്രതിനിധി കമൽ, കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ്, ഇടുക്കിയിൽ നിന്ന് ജെയിൻ, മലപ്പുറത്ത് നിന്ന് അരുൺ, അമൃതനാഥും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. മഴയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കമലിലേക്ക് തന്നെ പോകാം. വയനാട്ടിലാണ് കമൽ ഉള്ളത്. കമൽ, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ ഇന്ന് മഴയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ശക്തമായ മഴയുണ്ടോ? ഗുഡ് മോർണിംഗ് മോത്തി. മഴ ഇടവിട്ടാണ് പെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ ഇടയ്ക്ക് മഴ നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ്, മണിയങ്കോടിനടുത്തുള്ള പ്രദേശം. ഇവിടെ ഈ പാടവും പുഴയും ഒക്കെ വെള്ളം കയറി കിടക്കുകയാണ്. അത് അല്പം റോഡിലേക്കും കയറിയിട്ടുണ്ട്. തൽക്കാലം വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല, എങ്കിലും റോഡ് വെള്ളം കയറി കിടക്കുകയാണ്. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. 32 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ ഭരണകൂടം തുറന്നിട്ടുണ്ട്. ഏതാണ്ട് 350ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചിലരെയൊക്കെ മുൻകരുതലായും വെള്ളപ്പൊക്ക ഭീഷണി കണക്കിലെടുത്തും ഉരുൾപൊട്ടൽ ഭീഷണി കണക്കിലെടുത്തുമൊക്കെ മുൻകരുതലായി മാറ്റിപ്പാർപ്പിച്ചവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. തുടർച്ചയായി ഈ ആഴ്ച ഒരു ദിവസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. ഇന്നും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് മാത്രമാണ് ഇന്ന് പ്രവൃത്തി ദിനം ആയിട്ടുള്ളത്. ഈ മറ്റ് അനിഷ്ട സംഭവങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇന്ന് രാവിലെ വന്നൊരു വാർത്ത, കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ മീനങ്ങാടിക്കടുത്ത് അമ്പലപ്പടി എന്ന സ്ഥലത്തേക്ക് മണ്ണും ചെളിയും ഒക്കെ ഒഴുകിയിറങ്ങിയിട്ടുണ്ട്. സമീപത്തെ കുന്നിൽ വ്യാപകമായി മണ്ണെടുത്തിരുന്നു. അവിടെ നിന്ന് ചെളി ഒഴുകിയിറങ്ങി ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് റോഡ് വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് 2-3 ദിവസം മുമ്പും ഇത്തരത്തിൽ സംഭവമുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെയും ആവർത്തിച്ചതാണ്. അവിടെ JCB ഉപയോഗിച്ച് മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് ചെളിയും മണ്ണും ദേശീയപാതയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മഴ കുറയുന്നു എന്ന ഒരു സൂചനയാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് നമുക്ക് അന്തരീക്ഷം നോക്കുമ്പോൾ കാണാൻ കഴിയുക. എന്നാലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് മോത്തി. ശരി കമൽ, വയനാട്ടിൽ ഇന്നലെ റോഡിലേക്ക് കുന്ന് ഇടിഞ്ഞ് അവിടെ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുന്നുണ്ടായിരുന്നല്ലോ. പാറയും ചെളിയും ഒക്കെ റോഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? വെള്ളപ്പാച്ചിലിൻ്റെ ഒരു തോതൊക്കെ കുറഞ്ഞ് അവിടെ പഴയപടി ആയിട്ടില്ലേ? മോത്തി, അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് ഇന്നലെ രാവിലെയൊന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു ധാരണയില്ലായിരുന്നു. മുകളിൽ ഉരുൾപൊട്ടിയോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ മുകളിലേക്ക് ഉള്ള ഭാഗത്ത് രൂപം കൊണ്ട തടയണകൾ ഉണ്ടായിരുന്നു. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു പഴയ കോറിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ തടയണ പൊട്ടി വെള്ളം ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഉണ്ടായത്. അതാണ് മലവെള്ളപ്പാച്ചിൽ പോലെ റോഡിലേക്ക് കല്ലും ചെളിയും ഒക്കെ ആയിട്ട് ഒഴുകിയിറങ്ങിയത്. ആ സാഹചര്യം ഇപ്പോഴില്ല. വെള്ളം ഒഴുകി കഴിഞ്ഞതോടുകൂടി തന്നെ അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ബൈപ്പാസ് റോഡിൽ വലിയ കുഴിയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇനി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ബൈക്കൊക്കെ ഏതാണ്ട് വീണു പോകുന്ന രീതിയിൽ വലിയ ഗട്ടർ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇപ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരി കമൽ, കമലിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്യാം പ്രസാദ്, കൊച്ചിയിൽ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ടോ? ഇതുവരെ പെയ്ത മഴയിൽ എന്തൊക്കെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്? മോത്തി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ തന്നെയായിരുന്നു കൊച്ചിയിൽ പെയ്തത്. ഇന്നും മഴയ്ക്ക് ശമനമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മഴ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞതാണ്, ഈ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തിയ ഒരു സാഹചര്യമാണുള്ളത്. 15 ഷട്ടറുകളും ഉയർത്തി ഏകദേശം 5 സെൻറ്റിമീറ്റർ വീതമാണ് ഈ 15 ഷട്ടറുകളും ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് വളരെ ശക്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആലുവ ക്ഷേത്രത്തിന് സമീപവുമൊക്കെ വലിയ തോതിൽ വെള്ളം കയറിയത്. അവിടെയൊക്കെ അല്പം വെള്ളം ഇരുന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ മൂവാറ്റുപുഴയാറിനോട് ചേർന്നുള്ള ആളുകൾ ഇപ്പോഴും ജാഗ്രത പാലിക്കണം എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാരണം ശക്തമായ രീതിയിലുള്ള നീരൊഴുക്ക് എല്ലായിടത്തും ഉണ്ട്. ഓരോ പ്രദേശങ്ങളിലും ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. പക്ഷേ ഈ പെയ്യുന്ന മഴയാകട്ടെ വളരെ തുള്ളിക്ക് ഒരു കുടം എന്ന കണക്കെ വളരെ ശക്തിയേറിയ മഴ തന്നെയാണ്. പക്ഷേ കൊച്ചി നഗരത്തിലും മറ്റും കാര്യമായ വെള്ളക്കെട്ടോ മറ്റും ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഇക്കുറി വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ മഴ 1-2 ദിവസം നീട്ടി പെയ്താൽ വലിയ തോതിൽ വെള്ളക്കെട്ടുകളും മറ്റുമൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇല്ല. നേരത്തെ തന്നെ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ഭാഗമായി തന്നെ കാനകളും മറ്റുമൊക്കെ ശുചീകരിക്കുന്ന നടപടിയും മറ്റുമൊക്കെ പൂർത്തിയാക്കിയിരുന്നു. വിദേശ
നിർമ്മിതമായിട്ടുള്ള മെഷീൻ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ഇടങ്ങളിലും പ്രത്യേകം മോട്ടോറുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ മഴ സമയത്ത് അതിൽ നിന്ന് പമ്പ് ചെയ്ത് ഈ കനാലുകളിലൂടെ ഒഴുക്കിവിടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ കൊച്ചി നഗരത്തിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടില്ല. പക്ഷേ നഗരത്തിന് പുറത്തേക്ക് വരുമ്പോഴാണ് അങ്ങിങ്ങായിട്ട് പലയിടത്തായിട്ടും പ്രകൃതി ക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ മരം വീഴുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പള്ളിക്കരയിൽ ഒരു വീടിനോട് ചേർന്നുള്ള ഒരു മല ഇടിഞ്ഞു വീഴുകയായിരുന്നു. അത്തരത്തിൽ ഉള്ള ഒന്നിടവിട്ട ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ എല്ലാം തന്നെ ജാഗ്രത പാലിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. നിലവിലിപ്പോൾ ജില്ലയിലെ സ്ഥിതി ശാന്തമാണ്. ശരി ശ്യാംപ്രസാദ്, നമുക്കിപ്പം ഒപ്പം ഇടുക്കിയിൽ നിന്നും ജെയിൻ എസ് രാജു ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ ശക്തമായ മഴയുണ്ടോ? ഇടുക്കിയിൽ ഇന്ന് അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. മഴയുടെ ശക്തി കുറഞ്ഞതായിട്ട് നമുക്ക് കരുതാമോ? ഗുഡ് മോർണിംഗ് മോത്തി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതാം. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലും ലോ റേഞ്ചിലും മഴ ഇടവിട്ട് മാത്രമേ പെയ്യുന്നുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ പോലെ തുടർച്ചയായി പെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കുകളും വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ രാത്രിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നെടുങ്കണ്ടത്ത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ പിൻവശത്ത് മണ്ണിടിഞ്ഞു വീണു എന്ന ഒരു സംഭവം മാത്രമാണ് നമുക്ക് ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. പീരുമേട്ടിൽ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. കട്ടപ്പന മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ശക്തമല്ല. അതോടൊപ്പം തന്നെ നെടുങ്കണ്ടത്തും ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു, പക്ഷേ രാവിലെ മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ്. മൂന്നാറിലും മഴ ശക്തമല്ല. ഡാമുകളുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഡാമുകൾ, ചെറിയ ഡാമുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുറന്നു വെച്ചിരുന്ന ഡാമുകളൊക്കെ ഇപ്പോഴും തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ്. ഇരട്ടയാർ ഡാം അതിന്റെ സംഭരണ ശേഷിയോട് അടുക്കുന്നുണ്ട്. അതൊരു ചെറിയ ഡാമാണ്, അതുകൊണ്ട് തന്നെ തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമുകൾ, പ്രേക്ഷകർ എപ്പോഴും മുല്ലപ്പെരിയാർ ഡാമിന്റെ ആശങ്ക പങ്കുവയ്ക്കുന്നതാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല. 126.30 അടിയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ്. 142 അടി വരെ വെള്ളം സംഭരിക്കാൻ മുല്ലപ്പെരിയാർ ഡാമിൽ കഴിയും. പക്ഷേ റൂൾ കർവ് അനുസരിച്ച് അത്രത്തോളം വെള്ളം ഈ സമയത്ത് സംഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ 2350 അടിയോടടുത്ത് വെള്ളം മാത്രമാണ് ഇടുക്കി ഡാമിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒക്കെ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് വേഗത്തിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ 2377.90 അടി വെള്ളം വരെ റൂൾ കർവ് അനുസരിച്ച് സംഭരിക്കാൻ കഴിയും. ഡാമിന്റെ സംഭരണശേഷി എന്ന് പറയുന്നത് 2403 അടിയാണ്. അതായത് ഒരു 50 അടി വെള്ളം കൂടി ഉയർന്നാൽ പോലും ഇടുക്കി ഡാമിൽ ആ വെള്ളം സംഭരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡാമുകളുടെ കാര്യത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല മോത്തി. ജെയിൻ, എന്തുപറ്റി? മഴയൊക്കെ നനഞ്ഞ് ഈ മഴക്കാലത്ത് ചുമയൊക്കെ പിടിപെട്ടോ? ഇടയ്ക്ക് ചുമയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതെ, മഴയൊക്കെയാണ്, തണുപ്പൊക്കെ ആയതുകൊണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ. ശരി, ഏതായാലും ശ്രദ്ധിക്കൂ, ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ നമുക്ക് മലപ്പുറത്ത് വന്ന ഇപ്പോൾ അരുൺ അമൃതനാഥ് ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തെ മഴയുടെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? ശക്തമായ മഴ തുടരുന്നുണ്ടോ? ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ മലപ്പുറം ജില്ലയിൽ? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് എന്നതാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള മറ്റ് മലബാർ ജില്ലകളിലെ സ്ഥിതി. കോഴിക്കോടൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടിയൊക്കെ മഴ ശമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വയനാട് ജില്ലയിൽ മാത്രമാണ് അവധിയെങ്കിലും കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയാണ്. 5 ക്യാമ്പുകളിലായി 10 കുടുംബങ്ങളിലെ 36 പേര് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഒപ്പം തന്നെ ഈ കുറ്റ്യാടി, വിലങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖല നേരത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ. പക്ഷേ ഇതുവരെയും എവിടെയും മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ ഉൾപ്പെടെ മറ്റ് അനിഷ്ട സംഭവങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ അത്തരത്തിലുള്ളത് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തന്നെയാണ് എല്ലാ ജില്ലകളിലും പ്രധാനമായും ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മലപ്പുറത്തെ ഈ 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ചാലിയാർ പുഴയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശത്തൊക്കെ ഇന്നലെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടുന്നൊക്കെ വെള്ളം
വെള്ളം ഇറങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഒപ്പം തന്നെ പൊന്നാനി മേഖല, തീരദേശ മേഖലയിലൊക്കെ ഈ വെള്ളം കയറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചെറിയ പ്രതിസന്ധികളല്ലാതെ വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും മലപ്പുറത്തെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ മലയോര മേഖലകളിൽ എപ്പോഴും മഴ കനക്കുമ്പോൾ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാകാറുണ്ട്. അവിടെയൊന്നും കാര്യമായ പ്രശ്നങ്ങളില്ല. മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലെ മലബാറിലൊരു ചിത്രം പരിശോധിച്ചാൽ ശക്തമായ ഇടവിട്ട മഴയാണുള്ളത്. കാര്യമായ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ അപേക്ഷിച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. കുറ്റ്യാടി, നിലമ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മലയോര മേഖല ജാഗ്രതയിലുമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള മലബാറിലെ നിലവിലെ ചിത്രം. മോത്തി. അരുൺ, ഈ മഴയുമായി ബന്ധപ്പെട്ട് തന്നെ പകർച്ചവ്യാധി ഭീഷണി മലബാർ മേഖലയിൽ ഉണ്ടായിരുന്നല്ലോ. ആ പകർച്ചവ്യാധി ഭീഷണി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ആശങ്കയുടെ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? നിയന്ത്രണ വിധേയമാക്കാൻ കാര്യക്ഷമമായ ഇടപെടലാണ് വേണ്ടത്. പ്രധാനമായും മലപ്പുറത്ത് തന്നെയാണ് ആശങ്ക. ആദ്യം തന്നെ മഞ്ഞപ്പിത്തം വന്നു, പിന്നാലെ H1N1 വന്നു, പിന്നാലെ മലമ്പനിയും കൂടെ വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷം മലപ്പുറം ജില്ലയിൽ ഈ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. H1N1 ബാധിച്ച ഇന്നലെ ഒരു പൊന്നാനി സ്വദേശി മരിക്കുക കൂടി ചെയ്തിരുന്നു. പിന്നാലെയാണ് ഈ മലമ്പനി 2 പേർക്കുണ്ട്. ഇവരുടെ 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് എന്തായാലും ആശ്വാസകരമായ കാര്യം. എന്തായാലും അത്തരത്തിൽ മോത്തി സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ തന്നെ എന്തായാലും അനിവാര്യമായ ഒരു ഘട്ടമാണ്. ഈ മലമ്പനി നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് എന്തായാലും വിശദീകരിക്കുന്നത്. 1200 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 2 പേർക്ക് ഇന്നലെ രോഗബാധ എന്തായാലും കണ്ടെത്തിയത്. അതേ തുടർന്ന് 4 അംഗങ്ങളടങ്ങുന്ന 10 ടീമുകളൊക്കെ വിപുലീകരിച്ച ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ രോഗവ്യാപനത്തിൻ്റെ സാധ്യതയില്ല എന്നാണ് എന്തായാലും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ H1N1 ഉണ്ട്, ഈ മഞ്ഞപ്പിത്തമുണ്ട്. അപ്പോൾ കൂടുതൽ ജാഗ്രത, വ്യക്തി ശുചിത്വം പ്രധാനമാണ്. കൂടുതൽ ജാഗ്രത ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ നമ്മളും പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. രോഗത്തെ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. മഴയുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്, ഒപ്പം തന്നെ പകർച്ചവ്യാധിയും ഉണ്ട് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധ വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മോത്തി.